നമ്മൾ ഓരോ ബോട്ട് ക്ലബിന്റെയും പ്രയത്നത്തെ കുറിച്ച് പറയണം. 1 കോടിയിലധികം രൂപ, ഞാൻ നേരത്തെ പറഞ്ഞു, 1 കോടിയോളം രൂപ മുതൽ മുടക്കി വള്ളമിറക്കുന്ന ക്ലബ്ബുകൾ, അതാണ് നമ്മളിപ്പോൾ ഈ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളം കളിയിൽ അടക്കം കാണുന്ന കാഴ്ച. ആ ആവേശത്തിലേക്ക് എത്തിക്കാൻ സാമ്പത്തികം ഒരു പ്രശ്നമാകാതിരിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ചുണ്ടൻ വള്ളം നീറ്റിലേക്ക് ഇറക്കുന്ന കാലഘട്ടത്തിൽ മുതൽ, അതായത് ഒരു വള്ളം പണിയാനായി ആലോചിക്കുന്ന ഘട്ടം മുതൽ തന്നെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കാണുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും കൃഷിമന്ത്രി പി പ്രസാദും അടക്കമുള്ള ആളുകൾ, MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ ഒരു സ്പീഡ് ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ കാണികളെ, ജലോത്സവ പ്രേമികളെ അഭിസംബോധന ചെയ്ത് കടന്നു പോകുന്നു. അല്പസമയം മുമ്പ് നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഒരു വള്ളം നീറ്റിലിറക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. കോടികൾ ചിലവാക്കിയാണ് ഒരു വള്ളം നീറ്റിലേക്ക് ഇറക്കുന്നത്. ആദ്യം ആഞ്ഞിലിത്തടി, നല്ല മൂപ്പുള്ള ആഞ്ഞിലത്തടി കണ്ടെത്തണം. ആ തടി കണ്ടെത്തുന്നത് മുതൽ കൃത്യമായ ആരാധനാ രീതികൾ പാലിച്ചുകൊണ്ട്, ആരാധന ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആണ് ഒരു വള്ളം അത് നിർമ്മാണപ്പുരയിലേക്ക് കയറ്റുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വള്ളം പൂർത്തീകരിച്ച് അതിൻ്റെ ഓരോ ഘടകവും പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ നിർമ്മാണത്തിൽ ഉളികൊത്തുന്നത് മുതൽ ആ വള്ളം നീരണിയുന്നത് വരെ നാടിൻ്റെ ഉത്സവമാണ്. ഓരോ ചടങ്ങുകളും നാടിൻ്റെ ഉത്സവമാണ്. എനിക്ക് തോന്നുന്നു കുട്ടനാടിൻ്റെ എത്ര പ്രതിസന്ധികളെ നേരിട്ടാലും കുട്ടനാട്ടിൽ നിന്നും ഇത്തരത്തിൽ പണം കണ്ടെത്താനും, അത് വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ആളുകൾ മുന്നിട്ടിറങ്ങി നാടിൻ്റെ കരയ്ക്ക്, ദേശത്തിന് ഒരു ചുണ്ടൻ, അത് നമ്മളുടെ അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുണ്ടന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. ആ ചുണ്ടൻ നീരണിയുന്ന കാലത്ത് വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നു. അവർ അതൊരു ഉത്സവമായി നാട്ടിലേക്ക് ഇറക്കുന്നു. അത്ര വൈകാരികമാണ് മലയാളികളുടെ പങ്ക്. അത് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ശരണ്യ, എത്രയെത്ര വിദേശ മലയാളികൾ ഈ നെഹ്റു ട്രോഫി വള്ളം കളി കാണാൻ ഇങ്ങോട്ടേക്കൊന്ന് എത്തിയിരുന്നെങ്കിൽ. നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ പല വീഡിയോ കോളും കണ്ടു. പല ക്ലബ്ബുകാരുടെയും ആളുകൾ ഇവിടെ വന്ന, ആരാധകർ ഇവിടെ വന്നിരുന്ന അവരുടെ കൂട്ടുകാരെ, വിദേശത്തുള്ള കൂട്ടുകാരെ വിളിച്ച് കൊതിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അത് കൊതിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അവിടെ ഇരുന്നവർ കരയുകയാണ്, ഒന്നിങ്ങോട്ട് വരാൻ കഴിഞ്ഞെങ്കിലെന്ന്. വരാൻ കഴിയാത്ത പലരും ഇവിടെ ഫണ്ട് വെക്കുന്നവരുണ്ട്. ഈ വള്ളംകളി